എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇപ്രകാരം ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണുവാൻ, ഈ സന്ദേശം കൈമാറുവാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ആത്മീകമായിരിക്കുന്ന മുന്നേറ്റം ഈ ദൈവവചന കേൾവി മുഖാന്തരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഈ ചെറിയ വീഡിയോയിലേക്ക്, സന്ദേശത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്യും. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ. ഈ സന്ദേശത്തിന്റെ തലക്കെട്ട് വിവിധമായിരിക്കുന്ന വരങ്ങൾ എന്നുള്ളതായ തലക്കെട്ടാണ്. ഞാൻ വേഗത്തിൽ അതിലേക്ക് പ്രവേശിക്കട്ടെ. ഒരു വരം എന്ന് പറയുന്നത്, ഒന്നാമത്തെ വരം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാനായിട്ട് നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 19-ാമത്തെ അധ്യായത്തിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാനായിട്ടുള്ള ഒരു വരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വരം ലഭിച്ചവർക്കാണ് ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മങ്ങളെ അറിയുവാനായിട്ട്, ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊരു വരം ലഭിച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച്, മർമ്മങ്ങളെക്കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു വരം ലഭിച്ചിരിക്കുന്നു. അത് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വരം കർത്താവ് നമുക്ക് നൽകിയല്ലോ. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു രാജ്യമുണ്ടാകണം, ആ രാജ്യത്തിൽ ദൈവം വാഴുവാനായിട്ടിടയാകണം, ആ ദൈവരാജ്യത്തിനകത്തുള്ളവരുടെ പേരുകൾ എഴുതപ്പെട്ടതായിരിക്കും. നമുക്കറിയാം, ദൈവരാജ്യം എന്ന് പറയും 3 നിലയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. 3ഓ 4ഓ ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ വേഗത്തിൽ അത് തൊട്ട് അടുത്ത ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കും. ഒന്ന്, സ്വർഗത്തിൽ ദൈവം വാണുകൊണ്ട് എവിടെയെല്ലാം 3 ലോകങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അനുഭവത്തിൽ അവിടെയെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ പരമാധികാരിയായി സകലത്തെയും അടക്കി വാഴുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. അതിനെ നമുക്കൊരു തരത്തിൽ പറയാം ദൈവരാജ്യമെന്ന്. രണ്ടാമത്തത്, യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ വീട് ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുകയില്ല. അപ്പൊ വീട് ജനിച്ചവർക്ക് ഒരു പ്രവേശനം. എവിടേക്കാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം? ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം. വീട് ജനിക്കുവാനായിട്ടിടയാണ്. വീട് ജനിക്കുന്നത് യേശു എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്, ആ സമയത്ത് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് വീട് ജനിക്കുവാനായിട്ട് ദൈവം നമുക്ക് സഹായിക്കാൻ ഇടയായി. അപ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ 2 കാര്യമാണ്. ഒന്ന്, പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുവാനിടയാകണം. പാപമോചനം പ്രാപിച്ചവർ യേശുവെ നീ രക്ഷകനും കർത്താവുമാണ്, ഹൃദയത്തിൽ വാഴണം എന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീരുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനിടയാകും. ആ സമയത്താണ് നമ്മുടെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവ് ജീവിപ്പിക്കുവാനിടയാകും. അങ്ങനെയാണ് നാം വീട് ജനിച്ച് നാം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ വീട് ജനിച്ചവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാനിടയായി തീരും. നമുക്ക് തിരുവെഴുത്തുകൾ നമ്മളെ അപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം ദൈവരാജ്യത്തിലേക്ക് അങ്ങനെ പ്രവേശിക്കുവാനായിട്ട് കഴിയും. മറ്റൊരു സമയത്ത് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ തന്നെ ദൈവരാജ്യമുണ്ടല്ലോ. നമ്മുടെ ഹൃദയമാകുന്ന ദൈവരാജ്യം. അപ്പോൾ ഹൃദയം ആരായിരിക്കണം? ഹൃദയം ദൈവത്തിന്റെ രാജ്യമായി തീരണം. അതിന് ഒരു രാജ്യമുണ്ടാകണം. ആ രാജ്യത്ത് ദൈവം വാഴുവാനായിട്ടിടയാകണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് അത് ദൈവരാജ്യമായി തീരുകയുള്ളൂ. ഹൃദയം ഒരു ദൈവരാജ്യമാണ്. കാരണം നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിനെ രക്ഷകനും കർത്താവുമായി നാം സ്വീകരിപ്പാനിടയായി തീർന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ദൈവം വാഴുവാനായിട്ടിടയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യം അനുഭവം എന്ന് പറയുന്നത്, ഒരാൾ ദൈവരാജ്യത്തിലാണോ, എൻ്റെ അകത്ത് ദൈവരാജ്യമുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കാര്യം റോമാലേഖനം 14-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. ദൈവരാജ്യം എന്ന് പറയുന്ന ഭക്ഷണമോ പാനീയവും അല്ല. എന്താണ് ദൈവരാജ്യം? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുമുള്ള സന്തോഷമാകുന്നു ദൈവരാജ്യം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഭാഗം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആത്മീയമായിരിക്കുന്ന ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. അതുപോലെ തന്നെ ദൈവം ആത്മീയമായിരിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി ഒരു ദൈവരാജ്യം, സ്വർഗരാജ്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിന്റെ രാജ്യം വരണമേ, സ്വർഗരാജ്യം വരണമേ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കാത്തിരിക്കുന്നതായ ഒരു കാര്യമാണ്, പ്രാർത്ഥിക്കുന്നതായ കാര്യമാണ്. ഇവിടെ ഈ ഭൂമിയിലേക്ക് ആ ദൈവത്തിന്റെ സിംഹാസനം മാറ്റി ഈ ഭൂമിയിൽ എന്നേക്കും ദൈവം വസിക്കുവാനായിട്ട് ഇടയായി തീരുന്ന ആ ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് യേശു വാഴുന്നു, നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ദൈവം, സർവശക്തിയുള്ള ദൈവം നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നു. ആ വാഴുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവ് ജീവിപ്പിച്ച് വീട് ജനിച്ച് നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. അതാണ് ഇതിന്റെ ചുരുക്കം എന്ന് പറയുന്നതായത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, റോമാലേഖനം 6-ാം അധ്യായത്തിൽ 23-ലൊക്കെ പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാവരമോ നിത്യജീവൻ. അപ്പോൾ യേശു വിശ്വസിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു വരം നിശ്ചയമായിട്ടും നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്?
പാപമോചനം പ്രാപിച്ച് യേശുവിനെ സ്വീകരിച്ച ഓരോ പ്രിയപ്പെട്ട ജീവിതത്തിൽ അവിടെ കാണുവാൻ കഴിയുന്നത് എന്താണ്? പാപത്തിന് ശമ്പളം മരണമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപാവരമോ നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ എന്നും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, എന്നേക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, നരകത്തിലല്ല സ്വർഗത്തിൽ ദൈവത്തോട് കൂടെ എന്നേക്കും വാഴുവാൻ. അതാണ് നിത്യജീവൻ. അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം നിത്യജീവനുണ്ട്. അപ്പൊ നിത്യജീവൻ എപ്പോഴാണ് പ്രാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ആ നിമിഷം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിച്ചപ്പോൾ പ്രാപിച്ച ജീവനാണ് നിത്യജീവൻ. അപ്പം അതൊരു കൃപാവരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാനായിട്ട് നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, നിത്യജീവൻ ഒരു കൃപാവരമാണ്. നമുക്കറിയാം, നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് അല്ലെ, മരണമില്ലാത്ത ഒരു അവസ്ഥ ലഭിക്കേണ്ടതിന് അല്ലെ, മഹർഷിമാര് പണ്ടത്തെ ആളുകളൊക്കെ പ്രാർത്ഥിച്ചൊരു കാര്യം, കൃത്യോമ അമൃതംഗമയ, മരണമില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി ഒത്തിരി കഠിനമായിരിക്കുന്ന പല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം പറയുക, ദൈവം യേശു വിശ്വസിക്കുന്നവർക്കെല്ലാം നിത്യജീവനെ നൽകുവാനായിട്ടുള്ളതാണ്. അപ്പോൾ അത് വളരെ ലളിതമായിട്ട് നമുക്കത് ലഭിക്കുവാനായിട്ട് ദൈവം ഒരുക്കുന്നു. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ആ നിമിഷം നമ്മുടെ ആത്മാവിനെ വീണ്ടും ജനിപ്പിക്കുമ്പോൾ നാം പ്രാപിക്കുന്ന ജീവനാണ് നിത്യജീവൻ. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് ഒരു കൃപാവരമാണ്. അത് യേശു വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും ആ കൃപാവരം ഉണ്ട് എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഞാൻ നിത്യജീവനെ പ്രാപിച്ചു. അത് ദൈവം നൽകിയ കൃപാവരമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തെ നന്ദി പറയുവാനായിട്ടിടയാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 29 നമുക്ക് കാണുന്ന വേറൊരു പദം, വരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. കഷ്ടമനുഭവിപ്പാൻ, യേശു വിശ്വസിക്കാൻ മാത്രമല്ല കഷ്ടമനുഭവിപ്പാനും നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ വിശ്വസിക്കുക മാത്രമല്ല കഷ്ടം അനുഭവിക്കണം. നമ്മൾ തെറ്റ് ചെയ്തിട്ട്, തിന്മ ചെയ്തിട്ട്, പാപങ്ങൾ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക എന്നുള്ളതല്ല. ദൈവനാമ നിമിത്തം കർത്താവിനെ വിശ്വസിച്ചതുകൊണ്ട് കർത്താവിനോടുള്ള ഭക്തി മുഖാന്തരം, സുവിശേഷ പ്രവർത്തനങ്ങൾ മുഖാന്തരം നമുക്ക് ഉണ്ടാകുന്ന കഷ്ടതകളുണ്ട്, നിന്ദകളുണ്ട്. അപ്പൊ അവിടെ പറയുന്നത് വിശ്വസിക്കാൻ മാത്രമല്ല കഷ്ടം അനുഭവിക്കുവാനും കൂടെ വരം ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതൊരു വരമാണ്. പലപ്പോഴും നമ്മൾ വളരെ നിരാശ വന്ന് സങ്കടപ്പെട്ട് പിറുപിറുത്ത് എനിക്ക് ഈ ഗതികേട് വന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ദൈവം ഇതൊന്നും അറിയുന്നില്ലേ എന്നൊക്കെ വിചാരിച്ച് മനസ്സ് തളർന്ന് വിശ്വാസം ക്ഷീണിച്ച് ബലഹീനരായി തീരുന്ന ചുരുക്കം ചിലരൊക്കെ നമുക്ക് കാണുവാനായിട്ട്. എന്നാൽ അവയെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കഷ്ടം അനുഭവിക്കുവാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ പത്രോസിനെ പോലെ അപ്പോസ്തലന്മാരെ പോലെ നാം പറയും, ഇങ്ങനെ കഷ്ടം അനുഭവിക്കുവാൻ, ഉപദ്രവം വഹിക്കുവാൻ കർത്താവിന്റെ നാമനിമിത്തം ഞങ്ങൾക്ക് ഇടയായതിൽ അവർ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്രകാരമുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് ആത്മീയമായ വളരെ ഉന്നതമായിരിക്കുന്ന ശക്തരായി തീരുന്ന ഒരു അനുഭവമാണ് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. ദൈവനാമ നിമിത്തം കഷ്ടം അനുഭവിക്കുവാനായിട്ട് വരം ലഭിച്ചിരിക്കുന്നു. മൂന്നാമത്തെ കാര്യമാണ് കഷ്ടം അനുഭവിക്കാനുള്ള വരം ലഭിച്ചിരിക്കുക. ഇനി നാലാമത്തെ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന കൃപാവരങ്ങളാണ്. അത് നമുക്ക് ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, വിശ്വാസത്തിന്റെ വചനം എന്ന് പറയുന്ന ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്. അതിനുശേഷം രോഗശാന്തി വരം, വിവിധമായിരിക്കുന്ന വീര്യപ്രവൃത്തികൾ, പ്രവചനവരം, പിന്നെ വേറൊരു ഘട്ടം എന്ന് പറയുന്നത് വിവേചനവരം, വ്യാഖ്യാനവരം, ഭാഷാവരം, അങ്ങനെ ഒരു ഘട്ടമുണ്ട്. പിന്നത്തേതിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? പരിപാലനവരം, സഹായം ചെയ്യാനായിട്ടുള്ള വരം. അതൊരു വരമാണ്. ഈ അവസാനം പറഞ്ഞത് ഒരു വരമാണ്. സഹായം ചെയ്യാനായിട്ടുള്ളത് ഒരു വരമാണ്. പല പ്രിയപ്പെട്ടവർക്കും അതൊരു വരമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ കൊടുക്കുന്നവർ, സഹായം ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് അതൊരു വരമാണ്, അതെനിക്ക് അങ്ങനെ ദൈവം തന്നിരിക്കുന്ന ഒരു വരമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മടുത്തു പോകാതെ നന്മ ചെയ്യുവാൻ, നമ്മൾ തളർന്നു പോകാതെ നന്മ ചെയ്യുവാൻ നമുക്ക് കഴിയും. അതൊരു വരമാണ്. പരിപാലന വരം, സഭയെ നയിക്കുവാൻ, ഇടയന്മാരായി തീരുന്ന ആ കാര്യത്തെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ശുശ്രൂഷകളെ നമുക്ക് 5 ശുശ്രൂഷകളെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 അപ്പസ്തോലന്മാർ, 2 പ്രവാചകന്മാർ, 3 ഇടയന്മാർ, 4 ഉപദേശകന്മാർ, ടീച്ചേഴ്സ്, 5 സുവിശേഷകന്മാർ. അപ്പൊ ഇങ്ങനെ 5 വിധ ശുശ്രൂഷകളെ നമുക്ക് കാണുവാനായിട്ട്. അപ്പൊ ഈ കൃപാവരങ്ങൾ എങ്ങനെ പ്രാപിക്കാനായിട്ട് കഴിയും, എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ്. അത് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരു വ്യക്തി പ്രാപിക്കാനിടയായി തീരുമ്പോൾ, ഇതിലെ ഒന്നിലധികമോ കൃപാവരം നമ്മുടെ അകത്ത് ദൈവം നൽകി തരുവാനിടയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് ഈ കൃപാവരങ്ങൾ ഓരോരുത്തരിലും നമുക്ക് ദൈവം നൽകി തരുന്നത്. അപ്പം ഇത് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നവരുടെ ജീവിതത്തിൽ അത് പ്രാപിക്കാൻ, പരിശുദ്ധാത്മാവ് നിറവ് വരുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണം ശരീരവും നാവും ആയി തീരുവാനായിട്ടില്ല. അങ്ങനെയാണ് നാവിൽ അന്യഭാഷ വരുന്നത്. വലിയ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നമ്മെ നിയന്ത്രിക്കാനായിട്ട് കഴിയില്ല, ചിലപ്പോൾ താങ്ങാനായിട്ട് കഴിയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ്. പിന്നെ ഈ കൃപാവരങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജ്വലിപ്പിക്കണം. അത് ഓരോരുത്തരും കടമയാണ്, ജ്വലിപ്പിക്കണം. അത് ചെറിയൊരു അളവിലൊക്കെയാണ് നമുക്കത് ചെറിയ രീതിയിലൊക്കെ മനസ്സിലാക്കി അത് ജ്വലിപ്പിക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു.
മൂന്നാമത്തേത് ഒരു മെന്ററിന്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ലീഡറുടെ കീഴിൽ ഇത് അഭ്യസിക്കുവാനായിട്ട് ഇടയാക്കി. ഒരു ഗൈഡൻസ് നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് ഇതിന്റെ പുറകിൽ ഓരോരുത്തർക്കും ഉണ്ടാകുവാനായിട്ട് ഇടയാക്കിയിരുന്ന ഈ കൃപാവരങ്ങൾ നന്നായി നമുക്ക് പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കാനായിട്ട് ഒരുക്കുവാനായിട്ട് കഴിയും. അപ്പം ഞാൻ ആ ഭാഗം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്നാമത്തേത് ഏതായിരുന്നു? ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാനായിട്ടുള്ള വരം. 2 അത് നിത്യജീവൻ എന്ന കൃപാവരം. മൂന്നാമത്തേത് കഷ്ടമനുഭവിക്കാനുള്ള വരം. 4-ാമത്തേത് ജീവിത ശുശ്രൂഷകളെ കുറിച്ചും അതിനോടനുബന്ധിച്ച് 4 വിഭാഗങ്ങളായി തിരിച്ച കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആ കൃപാവരങ്ങൾ പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിലൂടെയാണ് ദൈവം നമ്മുടെ ഓരോരുത്തരുടെ മേലും ഈ കൃപാവരങ്ങൾ പകരുവാനായിട്ട് ഇടയാകും. ഞാൻ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ശലോമോൻ രാജാവിനെ കുറിച്ചും അതുപോലെ തന്നെ എലീശ പ്രവാചകന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ 2 കാര്യങ്ങൾ വേഗത്തിൽ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സോളമൻ എന്ന് പറയുന്ന രാജാവ് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തിയായിരുന്നു. എന്നാൽ ഒരു ദിവസം യഹോവ അവനെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായിക്കൊണ്ട് ചോദിക്കുകയായിരുന്നു, നിനക്ക് ഞാൻ എന്ത് ചെയ്യണം, എന്താണ് വേണ്ടത്? അതിനൊക്കെ നമ്മുടെ ഈ ഭാരത കൾച്ചറിൽ നമുക്ക് പറയും വരം, നിനക്ക് എന്താണ് വരം വേണ്ടത്? അവൻ പറഞ്ഞു, ഈ ജനത്തിനൊക്കെ നയിക്കാൻ വേണ്ടതായ ജ്ഞാനത്തെ തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം അവൻ ധനമോ മാനമോ സമ്പത്തോ ശത്രു സംഹാരമോ അങ്ങനെ ഒന്നും ചോദിക്കാതെ ജ്ഞാനത്തെ ചോദിച്ചു. ഈ ജനത്തെ നയിക്കാൻ വേണ്ട ജ്ഞാനത്തെ ചോദിച്ചതുകൊണ്ട് അവന് ജ്ഞാനവും അവൻ ചോദിക്കാത്ത സമ്പത്തും ധനവും മാനവും ഒക്കെ അവന് നൽകി അവനെ അനുഗ്രഹിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കൃപാവരങ്ങൾ വളരെ നല്ലതാണ്. ജ്ഞാനത്തിന്റെ കൃപാവരമുണ്ട്. ഇവിടെ സോളമൻ ആ രാജാവ് ചോദിച്ചത് ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യമായിരുന്നു. സോളമൻ ചോദിക്കുന്നത് ജ്ഞാനമുണ്ടെങ്കിൽ ധനവും മാനവും സമ്പത്തും അഭിവൃദ്ധിയും ഒക്കെ ലഭിക്കാനായിട്ടില്ല. അപ്പോൾ നമ്മുടെ സോളമൻ രാജാവിനോട് ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചതുപോലെ നമ്മോട് ചോദിക്കുവാനിടയായി തീർന്നാൽ നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ഒരു കാര്യം ജ്ഞാനത്തെ ചോദിക്കുവാനിടയായി. അതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കുവാനായിട്ടിടയായി. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രവാചകനായ എലീശ. തന്റെ ഗുരുവായിരിക്കുന്ന ഏലിയാവ് തന്റെ മരണകാലം എടുത്തപ്പോൾ എലീശ തന്നെ വിടാതെ പിന്തുടർന്നു വന്നപ്പോൾ ഏലിയാവ് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരാം? അപ്പോ എലീശ പ്രവാചകൻ, ശിഷ്യനായിരിക്കുന്ന പ്രവാചകൻ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്, അവനിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി ആത്മാവിനെ എന്റെ ജീവിതത്തിൽ ആവശ്യമാണ് എന്നാണ് താൻ പറയുവാനിടയായി. നീ ചോദിച്ച കാര്യം പ്രയാസമുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ ഒരു സമയത്ത് അവന്റെ മേലെ ആ പരിശുദ്ധാത്മാവിന്റെ പകർച്ച അവൻ നമുക്ക് തന്റെ ശുശ്രൂഷകളിൽ കാണുവാനായിട്ടിടയായി. ഇന്ന് നമ്മോട് കർത്താവ് അവൻ പ്രത്യക്ഷപ്പെട്ടോ സംസാരിച്ചോ ചോദിക്കുന്നുവെങ്കിൽ എലീശ പറഞ്ഞതുപോലെ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അളവ് നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല നീന്തിയിട്ട് കടക്കുവാൻ കഴിയാത്ത, അപ്പോൾ വളരെ കവിഞ്ഞൊഴുകുന്ന പ്രവാചകനെ നദിയിൽ നടത്തി പിന്നീട് നീന്തിയിട്ടും കടക്കുവാൻ കഴിയാത്തവണ്ണമുള്ള ഒരു ആത്മാവിന്റെ പ്രവാഹം, നമ്മെ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവം എനിക്ക് തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരു സമയമല്ല, ആ നിറവ് ആവർത്തിച്ച് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം പറയും. ഒരു കാര്യം കൂടെ വളരെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാനിടയായി തീരണം. ഈ കൃപാവരങ്ങൾ ഉള്ളപ്പോൾ തന്നെ, പരിശുദ്ധാത്മാവിന്റെ ഈ തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ഉള്ളപ്പോൾ തന്നെ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുന്ന ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സമാധാനം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇങ്ങനെ 9 കൂട്ട കാര്യങ്ങളാണ് ആ ഓരോ പ്രിയപ്പെട്ട ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പരിശുദ്ധാത്മാവിനാൽ നാം കൃപാവരങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അതിവിശേഷമായിരിക്കുന്ന ഗുണങ്ങളാണ് ഈ 9 കൂട്ടം കാര്യങ്ങൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു നിലയിലാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആത്മാവിന്റെ ഫലങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ആമേ ഉള്ളവരായി മുന്നോട്ട് പോകുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമുക്ക് യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആമേ, അധർമ്മം പ്രവർത്തിച്ചവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ ഈ അധർമ്മം പ്രവർത്തിച്ച് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്തു? രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. ഒത്തിരി കൃപാവരങ്ങളുടെ ശുശ്രൂഷകളെ ചെയ്തവരാണ് യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ അധർമ്മം പ്രവർത്തിച്ചിരിക്കാൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ ആത്മാവിന്റെ ഫലം ഉള്ളവരായി കൃപാവരങ്ങളെ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ സംഭവിച്ച കാര്യം, ആത്മാവിന്റെ ഫലമില്ലാതെ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നാം വളരെ ആഗ്രഹിക്കുന്നതായ കാര്യം,
ആഗ്രഹിക്കേണ്ടതും ദൈവം ആഗ്രഹിക്കുന്നതും നമ്മെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലം നിറഞ്ഞ സ്നേഹവും സമാധാനവും സന്തോഷവും ദീർഘക്ഷമയും ദയവും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും ഉള്ളവരായി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. ഞാൻ ചുരുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ കൃപാവരങ്ങളുടെ ശുശ്രൂഷകളൊക്കെ നമ്മെ എന്തിനാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയിൽ നമ്മുടെ വിശുദ്ധന്മാരുടെ എല്ലാം ആത്മീക വർധനവ് ആണ് ഇതിന് ഉദ്ദേശമായി തീരേണ്ടത്. രണ്ടാമത്തേത് ഒരു പ്രബോധനമായി പഠനമായി പഠിപ്പിക്കുന്നതായ നിലകൾ അതിലുണ്ടാകുവാനായിട്ടിടയാണ്. മൂന്നാമത്തേത് ആശ്വാസം ലഭിക്കാനായിട്ടിടയാണ്. 4 ഈ കൃപാവരങ്ങളോട് യേശുവിനെ വിശ്വസിച്ച് അനേകർ നിത്യജീവന്റെ അവകാശമായി തീരുമാനമായിട്ടുണ്ട്. ആത്മാക്കളുടെ വിടുതലാണ് ഇതിന്റെ പ്രധാനപ്പെട്ടതായി ആത്മീക മുന്നേറ്റം ഉണ്ടാകണം, ഒരു പഠിപ്പിക്കൽ ഉണ്ടാകണം, ആശ്വാസം വരുത്തുന്നതാകണം. അതുപോലെ തന്നെ അനേകരെ ഈ നിത്യജീവനിലേക്ക് നടത്തുവാനായിട്ട് കഴിയുന്ന അതിനുവേണ്ടിയാണ് ദൈവം നമ്മിൽ ഈ കൃപാവരങ്ങളെ നൽകുവാനായിട്ട് ഇടയാക്കി. ദൈവം സഹായിക്കുവാനായിട്ട് ഞാൻ എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ്. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ആ പ്രസംഗത്തെ നമുക്ക് 7 ആയി പഠിക്കുമ്പോൾ കർത്താവിൽ വിശ്വസിച്ച് വരുന്നവരുടെ ജീവിതത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, യേശുവിൽ വിശ്വസിക്കണം, കർത്താവ് പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കണം, അതിനുവേണ്ടി മനസ്സെത്തിരിക്കണം. 2 അവരെന്ത് ചെയ്യണം? സ്നാനപ്പെടണം. കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് മാനസാന്തരപ്പെട്ടവർ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. 3-ാമത്തേത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് ഈ കൃപാവരങ്ങൾ ശക്തിയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് കഴിയും. യേശുവിനെ സ്വീകരിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴുണ്ടാകുന്ന പ്രകടമായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തെയും നമ്മുടെ നാവിനെയും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവശക്തി അനുഭവിക്കാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്ക് പറഞ്ഞു നിർത്തുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആ നിറവിലേക്ക് ദൈവം നടത്തുവാനായിട്ട് ദൈവം ആ കൃപ ദൈവമാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കുവാനായി മാനസാന്തരപ്പെട്ടവർ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 4 വേർപാട് ഉള്ളവരായി തീരണം. അപ്പസ്തോലന്മാരുടെ ഉപദേശം കൈക്കൊള്ളുവാനായിട്ട് ഇടയാകണം. കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് ഇടയാകണം. അപ്പം വീഞ്ഞും കഴിക്കുവാനായിട്ട് ഇടയാകണം. ഇങ്ങനെയുള്ള അടിസ്ഥാനമായിരിക്കുന്ന 7 ഉപദേശങ്ങളിൽ നിലനിൽക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ഈ പത്രോസിന്റെ പ്രസംഗത്തിന്റെ ആ ബന്ധത്തിൽ നിലനിൽക്കുന്നവരെയാണ് നമുക്ക് ദൈവവചന പ്രകാരം ജീവിക്കുന്നവർ, സുവിശേഷത്തെ അനുസരിക്കുന്നവർ, കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർ, അവരാണ് ക്രിസ്ത്യാനികൾ. അവരെ ചേർക്കുവാനാണ് കർത്താവ് വേഗത്തിൽ വീണ്ടും വരുവാനായിട്ട് ഇടയും. അതിനായിട്ട് സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ദിവസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.